റേഷൻ അരിയും ക്ഷേമ പെൻഷനും മുടക്കിയ പിണറായി അതീവ രഹസ്യമായി 3195 കോടി സായിപ്പിന് നൽകിയെന്നാണ് ആരോപണം. മസാല ബോണ്ട് തുകയായ 2150 കോടി രൂപ അതിവേഗം തിരിച്ചടച്ചതാണ് ഇഡിക്ക് സംശയം ജനിപ്പിക്കുന്നത്. ഈ ഇടപാടിൽ പലിശ ഇനത്തിൽ മാത്രം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് 1045 കോടി രൂപ നൽകിയതായി ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നു. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നതിനിടയിലാണ് പലിശയും മുതലും അടക്കം ആകെ 3195 കോടി രൂപ അടച്ചാണ് സർക്കാർ മസാല ബോണ്ട് കടം വീട്ടിയതെങ്കിൽ ഇത് വലിയ സംശയങ്ങളും ചോദ്യങ്ങളും ഭാവിയിൽ ഉയർത്തും. കടമെടുത്ത തുകയുടെ പാതിയോളം പലിശ ഇനത്തിൽ നൽകി എന്നതാണ് വിശദമാക്കുന്നത്. മാത്രമല്ല അതിവേഗത്തിൽ ഈ കടം തിരിച്ചടച്ചതും സംശയം ഉളവാക്കുന്നുണ്ട്. ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് അല്ല. ഐസക്കിന് ഇപ്പോഴത്തെ ഭരണത്തിൽ ഒരു റോളുമില്ല. പൊടുന്നനെ 3195 കോടി സർക്കാർ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നൽകിയത് എന്തിനാണെന്നാണ് ചോദ്യം. എത്രയും വേഗം മസാല ബോണ്ട് വിവാദത്തിൽ നിന്നും ഐസക്കിനെ ഊരിയെടുക്കാനാണ് പിണറായി ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഊരിയെടുക്കുന്നത് ഐസക്കിനോടുള്ള പ്രിയം കൊണ്ടല്ല. മസാല ബോണ്ടിൽ താൻ വഴുതി വീഴാനുള്ള വിദൂര സാധ്യത പോലും ഇല്ലാതാക്കുകയാണ് പിണറായിയുടെ ലക്ഷ്യം. കാരണം മസാല ബോണ്ടിന് പിന്നിൽ ഒരു നിഴൽ പോലെ കനേഡിയൻ കമ്പനിയായ SNC ലാവലിനുമുണ്ട്. മസാല ബോണ്ട് ഇറക്കിയ വിഷയത്തിൽ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് നിർണായക പങ്കുണ്ടെന്നാണ് ഇഡിയുടെ വാദം. കുറഞ്ഞ പലിശ നിരക്കിൽ കിഫ്ബിക്ക് പണം കിട്ടുമെന്നിരിക്കെ എന്തിനാണ് 9.72% എന്ന കൊള്ളപ്പലിശയ്ക്ക് കനേഡിയൻ കമ്പനിയായ CDPQവിൽ നിന്ന് കിഫ്ബി മസാല ബോണ്ട് വാങ്ങിയത് എന്ന കാര്യത്തിൽ തോമസ് ഐസക് മറുപടി പറഞ്ഞേ തീരൂ. മാത്രമല്ല CDPQ എന്ന കനേഡിയൻ കമ്പനിക്ക് പിണറായി വിജയന് നേരത്തെ ബന്ധമുള്ള ലാവ്ലിൻ എന്ന കനേഡിയൻ കമ്പനിയുമായി ബന്ധമുണ്ടെന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. ഇതാണ് കേന്ദ്രത്തിന് മുന്നിലുള്ള പുതിയ തുറുപ്പ് ചീട്ട്. ഇപ്പോൾ ഐസക്കിനെ പൂട്ടുന്നതിനേക്കാൾ കേന്ദ്രത്തിന് താല്പര്യം പിണറായിയെ പൂട്ടാനാണ്. 9.72% എന്ന കൊള്ളപ്പലിശയ്ക്ക് കിഫ്ബിക്ക് വേണ്ടി പണം കടമെടുക്കുന്നതിനെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും എതിർത്തിരുന്നു. എന്നാൽ അതിനെ മറികടന്നാണ് തോമസ് ഐസക് തീരുമാനമെടുത്തത് എന്ന ആരോപണവും നിലവിലുണ്ട്. 7 തവണ ഇഡി ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ചിട്ടും തോമസ് ഐസക് ഹാജരാകാതിരുന്നത് പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാനില്ലാത്തതും പറഞ്ഞത് അബദ്ധമായാൽ അതിൽ കയറിപ്പിടിച്ച് ഇഡി കുരുക്കുമുറുക്കുമെന്നും തോമസ് ഐസക് ഭയപ്പെടുന്നുണ്ട്. ഇത് തന്നെയാണ് കേജ്രിവാളിനും സംഭവിച്ചത്. ഡൽഹി സർക്കാരിന്റെ മദ്യനയത്തിൽ നടന്ന കോടികളുടെ അഴിമതിയെക്കുറിച്ച് ചോദിക്കാൻ ഇഡി വിളിച്ചിട്ടും അദ്ദേഹം തുടർച്ചയായി ഇഡി നോട്ടീസ് അവഗണിക്കുകയായിരുന്നു. കേരളത്തിന് കിട്ടേണ്ട വിഹിതം നൽകുന്നില്ലെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരളം കേസിന് പോയിരുന്നു. എന്നാൽ കിഫ്ബിയെ പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലാതെ കടമെടുത്ത് കേരളത്തെ മുടിപ്പിക്കാനാണ് കൂടുതൽ കടമെടുക്കാനുള്ള ശ്രമമെന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. കിഫ്ബി വിദേശത്ത് മസാല ബോണ്ട് ഇറക്കിയ സംഭവത്തിൽ തോമസ് ഐസക്കിന് ഒരു പങ്കുമില്ലെന്ന് കേരള ഹൈക്കോടതിയിൽ കിഫ്ബി CEO ഡോക്ടർ KM എബ്രഹാം കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. മസാല ബോണ്ടിനായി സമാഹരിച്ച 2150 കോടി രൂപയും മാർച്ചിൽ തിരിച്ചു കൊടുത്തെന്നും ഡോക്ടർ KM എബ്രഹാം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു.